ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബൺ ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നല്ലവണ്ണം കഴുകി പൊതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് 5 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിന് വേണ്ടി 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് വേണ്ടത് 1 ഗ്ലാസ് ചോറാണ്. 1 ഗ്ലാസ് ചോറും 1 ഗ്ലാസ് തേങ്ങയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുകൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിത് രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത്. രാവിലെയാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നന്നായി അടച്ച് വെച്ച് നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ബൺ ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് കടുകാണ്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് 1 സ്പൂൺ ഉഴുന്നും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഇതുകൂടി നമുക്ക് ആ ദോശയുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാൻ ഇന്നലെ ഇത് അരച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു അപ്പച്ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കയ്യിൽ മാവെടുത്ത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിന് എണ്ണയുടെ ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇത് എണ്ണ ചേർക്കാതെ ചുട്ടെടുത്തതാണ്. ഇത് എണ്ണ ചേർക്കാതെയും നമുക്കിത് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്.
അതുപോലെ നല്ല സോഫ്റ്റുമാണ്. വളരെ വേഗം തന്നെ നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം, ഒരു പണിയുമില്ല ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിതെല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഞാനൊരു ചട്നി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ്. നമുക്ക് മുറിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ലോണം വെന്തിട്ടുമുണ്ട്. നിങ്ങളിത് കഴിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ.